ഭൂനിയമ ഭേദഗതിയിൽ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് പ്രതിരോധം തീർത്ത ഇടത് സംഘടനകൾ LDF രാജാക്കാട് പഞ്ചായത്ത് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഭൂനിയമ ഭേദഗതി ബിൽ അഭിവാദ്യ സദസ്സ് സംഘടിപ്പിച്ചു. രാജാക്കാട് ടൗണിൽ നടന്ന പരിപാടി കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാർ നടത്തിയ ചരിത്രപരമായ നിയമനിർമ്മാണമാണെന്നും മാത്യു വർഗീസ് പറഞ്ഞു. LDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഭൂനിയമ ഭേദഗതി എന്നത്. വലിയ പ്രതിസന്ധികളെ മറികടന്ന നിയമ ഭേദഗതി ബിൽ കൊണ്ടുവന്ന് പാസാക്കുകയും തുടർന്നുള്ള ചട്ടരൂപീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി നടത്തുന്ന പ്രചാരണങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് LDF കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ രാജാക്കാട് ഭൂനിയമ ഭേദഗതി ബിൽ അഭിവാദ്യ സദസ്സ് സംഘടിപ്പിച്ചത്. രാജാക്കാട് ടൗണിൽ സംഘടിപ്പിച്ച പരിപാടി അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ചരിത്രപരമായ നിയമ ഭേദഗതിയാണ് LDF സർക്കാർ കൊണ്ടുവന്നത്. അതിന്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് കർഷക ജനതയ്ക്കാണെന്നും മാത്യു വർഗീസ് പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ ചരിത്രപരമായ ഒരു നിയമനിർമ്മാണം LDF സർക്കാർ നടത്തിയതുമായി ബന്ധപ്പെട്ട് അത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ അഭിവാദ്യം കേരള സർക്കാരിന് സമർപ്പിക്കാൻ വേണ്ടി ഇന്ന് ജില്ലയിലെ 46 പഞ്ചായത്ത് മുനിസിപ്പൽ കേന്ദ്രങ്ങളിൽ സംയുക്ത കർഷക സമിതിയുടെ പേരിൽ അഭിവാദ്യ സദസ്സുകൾ നടത്താൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് രാജാക്കാട്ട് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിപാടിയിൽ ജോളി ജോസ് അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ CPI സംസ്ഥാന കൗൺസിൽ അംഗം CU ജോയി, ജില്ലാ കൗൺസിൽ അംഗം പ്രിൻസ് മാത്യു, മണ്ഡലം സെക്രട്ടറി KC ആലീസ, VA കുഞ്ഞുമോൻ, KK തങ്കച്ചൻ, KK തങ്കപ്പൻ, PA വിജയൻ, ഷിനു MA, വിശ്വംഭരൻ, CR രാജു, KM ജെയ്സ്, CS മനു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ രാജാക്കാട്.